മലപ്പുറം പൂക്കോട്ടൂർ പള്ളിമുക്കിൽ ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊന്നു. അമീർ സുഹൈലാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി ഈ സംഭവ സ്ഥലത്ത് നിന്ന് സമീർ ബിൻ കരീം കൂടി ചേരുകയാണ്. സമീർ, കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്താണ് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്? ജ്യേഷ്ഠൻ്റെ എന്ത് പ്രകോപനത്താലാണ് ഈ അനിയനെ കുത്തിക്കൊല്ലാൻ തീരുമാനിച്ചത്? സാമ്പത്തിക ബാധ്യതയാണ് ഈ ഒരു കൊലപാതകത്തിൽ കലാശിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഇവർ താമസിക്കുന്ന വീട്ടിലാണ്. വളരെ പാവപ്പെട്ട ഒരു ചെറിയ വീടാണ്. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നു. ഈ കൊല്ലപ്പെട്ട അമീർ സുഹൈലും ജ്യേഷ്ഠൻ ജുനൈദും തമ്മിൽ ചില ബിസിനസ്സുകളൊക്കെ നടത്തുകയും ഒപ്പം തന്നെ ഈ അമീർ സുഹൈൽ വലിയ തരത്തിൽ സാമ്പത്തിക ബാധ്യത ഈ കുടുംബത്തിന് ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇയാൾ നൽകിയിരിക്കുന്ന മൊഴിയും അതുതന്നെയാണ്. അതിന് പിന്നാലെ ഇവർ പല ഘട്ടങ്ങളിലായി തർക്കമുണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും അതിന് പിന്നാലെ അതൊരു കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ഈ വീട്ടിന്റെ അടുക്കള ഭാഗത്ത് വെച്ചാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. ഇവിടെ വെച്ച് അവിടെ അടുക്കളയിൽ ഉണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് ഈ അമീർ സുഹൈലിനെ ജുനൈദ് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിന് പിന്നാലെ കത്തിയുമായി ഈ പ്രതിയായിരിക്കുന്ന ജുനൈദ് മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനോട് തന്നെ ഈ കാര്യങ്ങൾ പറയുകയായിരുന്നു. അപ്പോഴാണ് പോലീസും ഇക്കാര്യം അറിയുന്നത്. ഈ വീടിനകത്ത് തന്നെ ഇപ്പോഴും ഈ മൃതദേഹമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഞ്ചേരി പോലീസ് ഇവിടെ എത്തി ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നത്? അതെ, ഇന്നലെ വൈകുന്നേരം വരെ അവർ രണ്ടുപേരും ഒപ്പം നടന്നതാണ്. രാത്രി വരെ അവർ സംസാരിച്ച് അവർ ഏട്ടനെ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഫ്രണ്ട്സാണ്, നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു. എന്താണ് പുറത്തൊന്നും കാരണം ഇതുവരെ അറിഞ്ഞിട്ടില്ല. കുടുംബം അങ്ങനെ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടിലാണോ? അതിന് ചെറിയ എന്തോ ഒരു വിഷയമുണ്ട്, സാമ്പത്തികമായിട്ട് ചെറിയൊരു വിഷയമുണ്ട്. അവർ കൂടുതലൊന്നും അറിയില്ല. അവരെന്തൊരിക്കലും ഈ ജുനൈദ് ഒരിക്കലും കാരണവശാലും നമ്മൾ ഒരിക്കലും ചെയ്യുന്ന ഒരിക്കലും നമ്മൾ കരുതിയിട്ടില്ല. കാരണം പറഞ്ഞാൽ അവർ എപ്പോഴും ഭയങ്കര ഫ്രണ്ട്സാണ്. ഒരു ഏട്ടനെ നിന്നല്ല, അതിൻ്റെ അപ്പുറം ഒരു എപ്പോഴും ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്, ഒപ്പമാണ് നടക്കൽ. ഇന്നലെ അമീറിനെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇന്നലെ വൈകുന്നേരം സംസാരിച്ചിട്ടുണ്ട്. അവരെ ഞാൻ നല്ല സംസാരിച്ചതാണ്. വളരെ ഞെട്ടലോടെയാണ് കേട്ടതല്ലേ? ഇന്ന് രാവിലെ ഒരു 5:15 ഞങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ ഇവിടെ എത്തി ഞങ്ങളിപ്പോൾ അവരെ ജുനൈദിനെ പോയിട്ട് സ്റ്റേഷനിൽ പോയിട്ട് കണ്ടു, ഇതിനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ജുനൈദ് എന്താ പറയുന്നത്? ജുനൈദ് ഒന്നും പറഞ്ഞില്ല. എന്താണ് അനിയന് പറ്റിയെന്നാണ് ചോദിക്കണത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലാണ്, ഇങ്ങനെ ചെറിയ പ്രയാസം എന്നാണ്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണമായിട്ടൊന്നും പറഞ്ഞു? ഇല്ലല്ല. ഞങ്ങൾ ആ സമയത്ത് വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? അവിടെ ഒരമ്മണ്ട്, പെങ്ങളുണ്ട്, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ബിസിനസ്സൊക്കെ ചെയ്തിരുന്നു. ബിസിനസ് ഉണ്ടായിരുന്നു. അതിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടാവും. അല്ല, അവർ ഞങ്ങൾ നാട്ടുകാർ കാണല്, അവർ എല്ലാവരും രണ്ടാളും ഒന്നിച്ച് കാണല്, ബൈക്ക് മേലാണെങ്കിലും ഒന്നിച്ചാൽ കാണല്. എന്തായാലും ഇന്നലെ വൈകുന്നേരം വരെ അവർ ഒന്നിച്ചുണ്ടായിരുന്നു. വലിയ ഞെട്ടലിലാണ് നാട്ടുകാരുള്ളത് എന്നുള്ളതാണ്. കാരണം ഇവർ പരസ്പരം സഹോദരങ്ങൾ വലിയ സൗഹൃദത്തിലും ബന്ധത്തിലുമൊക്കെ ആയിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നീട് എങ്ങനെ ഒരു കൊലപാതകം നടന്നു എന്നുള്ള ഒരു സംശയവും ക്ഷമിക്കണം എന്നൊരു കാര്യമാണ് അവർ ഉയർത്തി കാണിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മഞ്ചേരി പോലീസ് നടപടിക്രമങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. ജുനൈദ് നിലവിലുള്ളത് മഞ്ചേരി പോലീസ് സ്റ്റേഷനിലാണ്. മൃതദേഹം ഇപ്പോൾ ഈ വീടിന്റെ അടുക്കള ഭാഗത്തും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അനിയനുണ്ടാക്കി വെച്ച ബാധ്യതയാണ് ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ജുനൈദ് നിലവിൽ മഞ്ചേരി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.